കാരണം ഒരു നിത്യ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും ജീവനോടെയുള്ള സകലരും ഒരു ദിവസം ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഏത് പ്രായമെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ 50-ാമത്തെ വയസ്സിലായിരിക്കാം, 40-ാമത്തെ വയസ്സിലായിരിക്കാം, ചിലര് 100 വയസ്സ് വരെയും ജീവിച്ചെന്ന് വരാം. എന്നാൽ ഒരു ദിവസം ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. എങ്ങോട്ടാണ് പോകേണ്ടത്? 2 സ്ഥലമേ ഉള്ളൂ ആത്മാവിന് നിത്യന് വിശ്രമിക്കുവാനായിട്ട്. ഒന്നുകിൽ ദൈവമസിക്കുന്നയിടമായ സ്വർഗം, അല്ലെങ്കിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ തീയും ഗന്ധവും കത്തുന്ന നരകമത്രേ. ഒരാത്മാവ് പോലും ഇവിടെ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആയതിനാലത്രേ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് തന്റെ പുത്രനോട് ഈ വലിയ രക്ഷ ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. മരിക്കുന്നത് ലാഭമായി തീരണമെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവാൻ ഇടയായി തീരണം. അങ്ങനെയുള്ളവർക്ക് ഈ ജീവിതം ഒരു നഷ്ടമല്ല, ഈ ജീവിതം ലാഭമാണ്. അത് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അതിപ്രധാനമായ ഒരു മഹാസംഭവമാണ് യേശുക്രിസ്തുവിന്റെ വരവ്. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ യേശുക്രിസ്തുവിലൂടെ, അല്ലെങ്കിൽ ക്രിസ്തു വീണ്ടും ജനനം പ്രാപിച്ച് കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനനം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ യേശുവിന്റെ വരവെങ്കിൽ കൂടെ പോകുവാൻ ഇടയായി തീരും.